ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതരെ, ഗലീലയിലെ കഫർനഹൂമിൽ വെച്ച് ക്രിസ്തു ഒരു തളർവാദ രോഗിക്ക് സൗഖ്യം നൽകുന്ന സംഭവമാണ് ഈ ഞായറാഴ്ചയിലെ വേദഭാഗം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വേദഭാഗം. ജീവിതത്തിൽ സാധ്യതകൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ ചിത്രം. തളർവാദം ഒരു മനുഷ്യൻ്റെ നിസ്സഹായതയുടെ അങ്ങേയറ്റമാണ്. ബോധമുണ്ട്, എല്ലാം കാണാം, എല്ലാം അറിയാം, പക്ഷേ പ്രതികരിക്കാൻ പറ്റുന്നില്ല. ക്രിസ്തുവിലുള്ള വിശ്വാസവും സ്നേഹിതൻ്റെ ജീവനെക്കുറിച്ചുള്ള കരുതലും മുഖമുദ്രയാക്കിയ 4 പേർ പക്ഷവാതക്കാരനെ വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് കട്ടിലോടുകൂടി കർത്തൃസന്നിധിയിൽ ഇറക്കുന്നു. പാപവും രോഗവും ബാധിച്ച് കിടക്കെ അവലംബമാക്കിയ ആ വ്യക്തിക്ക് ക്രിസ്തു പൂർണ്ണ മോചനം നൽകുന്നു. ഒന്നാമതായിട്ട് ആത്മാവിന് പാപത്തിൽ നിന്നുള്ള വിടുതൽ, രണ്ടാമതായി മനസ്സിന് ഭയത്തിൻ്റെ തടവറയിൽ നിന്നുള്ള വിടുതൽ, മൂന്നാമതായി ശരീരത്തിന് തളർച്ചയിൽ നിന്നുള്ള വിടുതൽ. ഈ വേദഭാഗത്തിൽ അന്തർലീനമായിരിക്കുന്ന സന്ദേശങ്ങൾ: ഒന്നാമതായിട്ട്, ജീവിതത്തിൽ നഷ്ടം സഹിച്ചാലേ ആത്യന്തികമായി വിജയിക്കാനാവും. വീടിൻ്റെ മേൽക്കൂര പൊളിച്ച് ആയാസകരമായി രോഗിയെ ദൈവസന്നിധിയിൽ എത്തിക്കുന്ന 4 പേർ. തങ്ങളുടെ സഹോദരൻ്റെ സൗഖ്യത്തിനായി റിസ്ക് എടുക്കുകയാണവർ. ക്രിസ്തു കഫർനഹൂമിലെ ഭവനത്തിലുണ്ടെന്ന റൂമർ അഥവാ ശ്രുതി കേട്ടിട്ടാണ് അവർ ബന്ധപ്പെട്ട് കടന്നു വരുന്നത്. കഫർനഹൂമിൽ വെച്ച് തന്നെ രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് എന്നുള്ള കേൾവി മാത്രമേ അവർക്ക് ഉണ്ടാകാൻ ഇടയുള്ളൂ. വീടിൻ്റെ മേൽക്കൂര പൊളിച്ചാൽ അത് വീണ്ടും പണിയുക എന്നത് ശ്രമകരമായ കാര്യമാണ്. വീടിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത്, അതോ തങ്ങളുടെ സുഹൃത്തിൻ്റെ സൗഖ്യത്തിനാണോ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ചോയ്സ് വന്നപ്പോൾ അവർ തിരഞ്ഞെടുത്തത് വീട് പൊളിച്ചിട്ടാണെങ്കിലും കുഴപ്പമില്ല, തങ്ങളുടെ സഹോദരൻ്റെ സൗഖ്യമാണ് പ്രധാനം എന്നാണ് അവർ ചിന്തിച്ചത്. ജീവിതത്തിൽ ഏതൊരു വിജയത്തിൻ്റെയും പിന്നിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലേശം അഥവാ നഷ്ടം ഉൾച്ചേർന്നിട്ടുണ്ട്. ഇന്ന് നാം അനുഭവിക്കുന്ന നന്മകൾ, മേന്മകൾ നമ്മുടെ പിതാക്കന്മാർ അനുഷ്ഠിച്ച പ്രാർത്ഥനകളുടെയും നോമ്പിൻ്റെയും ലൗകിക നഷ്ടങ്ങളുടെയും പ്രതിഫലനമാണ്. നമ്മുടെ ഭാസുരമായ ഭാവിക്ക് പിന്നിൽ, ശ്രേഷ്ഠ ജീവിതത്തിന് പിന്നിൽ നഷ്ടം സഹിച്ചവരെ അനുസ്മരിക്കുക. മറ്റുള്ളവരുടെ ക്ഷേമത്തിനായി നഷ്ടങ്ങൾ ഏറ്റെടുക്കുവാൻ തയ്യാറാവുക. ഇത്തരം കൺസേണുകൾ അഥവാ കരുതലുകൾ നിത്യതയിലേക്കുള്ള ഒരു ചുവടുവയ്പ്പാണ്. ക്ലേശങ്ങൾ ഏറ്റെടുക്കാത്ത വിശ്വാസം യഥാർത്ഥ വിശ്വാസമല്ല. രണ്ടാമതായിട്ട്, ക്ലേശങ്ങളിൽ തെളിഞ്ഞു വരുന്ന വിശ്വാസത്തിൻ്റെ പന്ഥാവ്. ആ 4 പേരുടെ വിശ്വാസമാണ് ഇന്നത്തെ വചനഭാഗത്തിലെ കേന്ദ്രബിന്ദു. ആത്മാവിൻ്റെ വൈകല്യങ്ങളായ പാപങ്ങളും മനസ്സിൻ്റെ വൈകല്യമായ അജ്ഞതയും ഒട്ടേറെ പേർക്ക് ദൈവത്തെ സമീപിക്കുന്നതിന് തടസ്സമായി ഇന്നും നിൽക്കുന്നു. നിരവധി കുറ്റങ്ങളും കുറവുകളുമുള്ള വ്യക്തികളുമായുള്ള കണ്ടുമുട്ടലിന് ദൈവം നമ്മുടെ ജീവിതത്തിൽ വഴി ഒരുക്കാറുണ്ട്. അത്തരക്കാരുടെ സമീപനം ചിലപ്പോഴൊക്കെ നമുക്ക് അരോചകമായി തോന്നാം. എന്നാൽ കാരുണ്യവാനായ ദൈവം ആ വ്യക്തികളെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അയച്ചിരിക്കുന്നത് ദൈവത്തിങ്കലേക്ക് സ്വയം തിരിയാൻ കഴിയാത്ത അവർക്ക് അതിനായി നമ്മുടെ ആവശ്യം ഉള്ളതുകൊണ്ടാണെന്ന് നാം പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടായാലും, പരാജയം സഹിക്കേണ്ടി വന്നാലും, ത്യാഗം സഹിച്ചാണെങ്കിലും ക്രിസ്തുവിൻ്റെ അടുത്ത് എത്താനുള്ള ഉത്സാഹവും ആത്മശക്തിയും അവരിൽ പ്രകടമായിരുന്നു. പ്രതീക്ഷകൾ പ്രതികൂലമാകുമ്പോൾ ഒന്ന് പതറുക എന്നത് സ്വാഭാവികമാണ്. പതറാത്ത വിശ്വാസങ്ങൾക്ക് മുമ്പിൽ വിണ്ണ് മണ്ണിലേക്ക് കൃപയുടെ നീർച്ചാൽ തുറക്കും. നാം ആരും ഈ ലോകത്തിൽ അനിവാര്യരല്ല. എന്നാൽ നമ്മുടെ വിശ്വാസങ്ങളും അതിൽ നിന്ന് ഉറവ പൊട്ടിയ ജീവിതവും ഉറച്ച ഉൾക്കാഴ്ചകളും പ്രേക്ഷിത ശൈലികളുമാണ് സമൂഹത്തിൽ നമ്മെ അനിവാര്യരാക്കുന്നത്.
ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ നീ ഉറച്ച് പറയണം എന്ന് തീത്തോസിനെഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ പൗലോസ്ലീഹ പ്രതിപാദിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ആത്മീയ പക്ഷപാതത്തിൻ്റെ ലക്ഷണമാണ് നിസ്സംഗത. ആത്മീയ പ്രവർത്തനങ്ങളിൽ ശുഷ്കാന്തിയോടെ വർത്തിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന സന്ദേഹം ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുവാൻ വലിയൊരു തടസ്സമായി എന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ആ 4 പേർക്ക് ആ രോഗിയെ കട്ടിലിൽ ചുമന്നുകൊണ്ട് പോകുന്നത് അപമാനകരമായ ഒരു പ്രവൃത്തിയായി തോന്നിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ ഇപ്രകാരം ഒരു കട്ടിലും ചുമന്നുകൊണ്ട് പോവുക എന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാകും, ട്രോളാകും, പരിഹാസപരമായൊരു പ്രവൃത്തിയായി പരിഗണിക്കപ്പെടാം. സമൂഹത്തിൻ്റെ തിരസ്കരണം ഭയന്ന് പ്രവർത്തന പന്ഥാവിൽ നിസ്സംഗത പ്രദർശിപ്പിച്ചാൽ ദൈവം നമ്മിലേക്ക് ചൊരിയുന്ന നിരവധികളായ കൃപകൾ നമ്മിൽ വേരൂന്നി നമ്മുടെ ചുറ്റുമുള്ളവർക്ക് താങ്ങും തണലുമാകുന്നതിൽ പരാജയപ്പെടും. യേശുവിലുള്ള തളരാത്ത വിശ്വാസം മുഖമുദ്രയാക്കുക. 4-മതായി ക്രിസ്തുവിൻ്റെ മുമ്പിലുള്ള 2 ചോയ്സ്. പാപം ക്ഷമിക്കുന്നതോ രോഗം പോക്കുന്നതോ എന്തിനാണ് പ്രഥമ പരിഗണന കൊടുക്കേണ്ടത്? പാപം മനസ്സിനെ ബാധിക്കുന്നു, രോഗം ശരീരത്തെയും. മനസ്സിൻ്റെ തളർച്ചയാണ് ശരീരത്തിൻ്റെ തളർച്ചയേക്കാൾ ഗൗരവതരം. അതുകൊണ്ടാണ് ക്രിസ്തു ആദ്യം അരുളി ചെയ്തത്, മകനെ, നിൻ്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു. തളർവാദം ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയ്ക്ക് തുല്യമാണ്. ജീവൻ നഷ്ടപ്പെട്ട അസ്ഥികൾക്ക് ദൈവം തൻ്റെ വചനത്തിലൂടെ ജീവൻ കൊടുക്കുന്നതായി യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അസ്ഥികളിൽ ചലനമുണ്ടാകുന്നു. ആത്മീയ കൃപ നഷ്ടപ്പെട്ട ഈ രോഗിക്ക് യേശു തൻ്റെ വചനത്തിലൂടെ പുതുജീവൻ നൽകുന്നു. ഇവിടെ നിർവഹിക്കപ്പെടുന്നത് വചന ശുശ്രൂഷ മാത്രമല്ല, പാപമോചന ശുശ്രൂഷ കൂടിയാണ്. എന്നിലെ ശാരീരിക രോഗങ്ങൾ ചികിത്സിച്ച് ആക്കാമായിരിക്കാം. പക്ഷേ ആത്മീയ ജീവൻ നിർജീവ അവസ്ഥയിലാണെങ്കിൽ നമ്മെ ശയ്യ അവലംബിയാക്കിയിരിക്കുന്ന വൈകൃതങ്ങളെ തിരിച്ചറിയുക. അതെ, പാപത്തിൻ്റെ മുള്ളുകൾ. അത് ദൈവത്തോടുള്ള മറുതലിപ്പാകാം, ചെയ്തുപോയ തെറ്റുകളെക്കുറിച്ചുള്ള മനസാക്ഷിക്കുത്താകാം, ഭൗതിക ക്ഷേമങ്ങളുടെ തകർച്ച കൊണ്ടുള്ള വേദനയാകാം. ക്രിസ്തുവിങ്കൽ സമർപ്പിക്കുക. ഊർജ്ജസ്വലമായ ഒരു ജീവിതത്തിലേക്ക്, തളർച്ചയെല്ലാം മാറി സജീവമായ ഒരു ജീവിതത്തിലേക്ക് നമുക്ക് മടങ്ങാൻ കഴിയും. അതിന് ഈ നോമ്പ് ഉപോത്ബലകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്നേഹപൂർവ്വം, ഫാദർ ജോയ്ക്കുട്ടി വർഗീസ്.